ചലച്ചിത്ര സംവിധായകൻ ശ്രീ ശ്യാമപ്രസാദാണ് ഇന്ന് വ്യൂ പോയിന്റിൽ. വെൽക്കം സർ. ഒരു കലാസൃഷ്ടി അതെത്ര അയുക്തികമായാലും അതെത്ര ഫാൻറ്റസി നിറഞ്ഞതായാലും അതിൻ്റെ സൃഷ്ടാവിന് ആ സൃഷ്ടിക്ക് പിന്നിലൊരു കാരണമുണ്ടാകും, ഒരു യുക്തി ഉണ്ടാകും. ആർട്ടിസ്റ്റ് എന്ന സിനിമയുടെ പിന്നിലെ യുക്തിയും കാരണവും എന്താണ്? ആർട്ടിസ്റ്റ് എന്നുള്ള സിനിമ അയുക്തികമാണെന്നാണോ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ജീവിതം എന്നുള്ള രസകരവും ചിന്തനീയവുമായിട്ടുള്ള പ്രഹേളിക തന്നെയാണ് എൻ്റെ യുക്തി. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ബന്ധങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും വികാരങ്ങളെക്കുറിച്ചും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനുള്ളൊരു നല്ലൊരു ഏരിയയല്ലേ. ആ ഒരു വലിയ പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് ഒരു ഫിലിം മേക്കറെ മുന്നോട്ട് നയിക്കുന്നത്, എല്ലാ കലാകാരന്മാരെയും നയിക്കുന്നത്. എൻ്റെ ചോദ്യം, കേരളത്തിന് അത്രയൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ സിനിമയ്ക്ക് വിഷയമായിട്ടില്ലാത്ത ചിത്രകലയാണ് താങ്കൾ ഇതിൻ്റെ പ്രമേയമായി സ്വീകരിച്ചിട്ടുള്ളത്. അതിന് യുക്തിഭദ്രമായ ഒരു കാരണമുണ്ടോ? ചിത്രകലയല്ല ഇതിൻ്റെ പ്രമേയം. ഇതൊരു ശരിക്കും ഒരു പ്രണയ കഥയാണ് വാസ്തവത്തിൽ, അതിൻ്റെ ഹാർട്ട് ഓഫ് ഇറ്റ്. അതിന് ചിത്രകല പഠിക്കുന്ന വിദ്യാർത്ഥികളും തുടർന്ന് അത് ആ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് ചലഞ്ചസിനെ കുറിച്ചുമൊക്കെ സിനിമ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിർത്തുന്നു. പക്ഷേ വാസ്തവത്തിൽ ദ ഇമ്പോസിബിലിറ്റി ഓഫ് ബീയിങ് ഇൻ എ റിലേഷൻഷിപ്പ്, പരസ്പരം ഗാഢമായി സ്നേഹിക്കുന്നുവെങ്കിലും ഒരു ബന്ധത്തിന് സന്തോഷം തരാനാകാത്ത വിധം വളരെ തീവ്രമാണ് നമ്മുടെ ഇടയിലുള്ള ജീവിത സംഘർഷങ്ങൾ, വൈകാരിക സംഘർഷങ്ങൾ. ഇത് ആർട്ടിസ്റ്റിൽ മാത്രമല്ല, ഒരേ കടലിലായാലും അരികയിലായാലും ഒക്കെ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് കാണാം. ബീയിങ് ഇൻ ലവ് യെറ്റ് നോട്ട് ബീയിങ് ഏബിൾ ടു ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ഇറ്റ്. സോ ആ ഒരു വൈകാരിക ശൃംഖലയുടെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റുള്ളൂ. ആർട്ടിസ്റ്റ് അയുക്തികമായ ഒരു പ്രമേയമാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനകത്തുള്ള പ്രധാന കഥാപാത്രമായ ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്ന മൈക്കിൾ ആഗ്ലോ എന്ന കഥാപാത്രം ഒരു സിനിമയുടെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ പരാമർശങ്ങൾക്കിടയിൽ പറയുന്നു, ഒരു കല അത് ലോജിക്കലാകണം അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആവണം എന്ന് എന്തിനാണ് ശാഠ്യം പിടിക്കുന്നത്? പ്രത്യേകിച്ച് ചിത്രകലയുടെ കാര്യത്തിൽ ചിത്രകലയ്ക്ക് വേണ്ടത് ഒരു എക്സ്ട്രാ സെൻസിബിലിറ്റിയാണ് എന്ന ആവേശത്തോടുകൂടി ആ കഥാപാത്രം പറയുന്നുണ്ട്. അത്തരം ഒരു എക്സ്ട്രാ സെൻസിബിലിറ്റി വേണ്ടി വരുമോ ഒരു പ്രേക്ഷകന് ആർട്ടിസ്റ്റ് മനസ്സിലാക്കാൻ? ഒരിക്കലും വേണ്ട. കാരണം അത് വളരെ അടിസ്ഥാന വികാരങ്ങളെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ സോൾ ഓഫ് ദ ഫിലിം ഈസ് എ ലവ് സ്റ്റോറി. അപ്പോൾ അത് ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ചിത്രകലയിൽ അല്ലെങ്കിൽ കലയിൽ പ്രത്യേകിച്ച് താല്പര്യമുള്ളവർക്ക് ഒന്നുകൂടി അത് എൻജോയ് ചെയ്യാം. അതിലൊരുപാട് സട്ടിലായിട്ടുള്ള റെഫറൻസ് അവിടെ ഇവിടെയുണ്ട്. ഇത് ചിത്രകലയെക്കുറിച്ചുള്ളൊരു സിനിമയല്ല എന്ന് സംവിധായകൻ പറയുമ്പോൾ ഞാൻ സത്യത്തിൽ ആശ്ചര്യപ്പെടുകയാണ്. കാരണം അന്ധനായ ഒരു ചിത്രകാരൻ അയാൾ അറിയാതെ ഒരേ നിറത്തിൽ വരച്ച ചിത്രങ്ങൾ സ്വീകരിക്കപ്പെടുകയും എന്നാൽ ഇത് എൻ്റെ ചിത്രമല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മനോഹരമായ മറ്റു പല വ്യാഖ്യാനങ്ങളും അതിൻ്റെ ക്യൂറേറ്റർ ഉൾപ്പെടെയുള്ളവർ നൽകുന്നുണ്ട്. അത് കേട്ട് ആൻ അഗസ്റ്റിൻ്റെ കഥാപാത്രം ഒരല്പം പരിഹാസത്തോടുകൂടി ചിരിക്കുന്ന ഒരു രംഗവും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ സംവിധായകൻ ഇപ്പോൾ പറയുന്നു ഇത് ചിത്രകലയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയല്ല. എന്നാൽ സിനിമയിൽ ഉടനീളം ഒരു ചിത്രകാരൻ്റെ അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായ വേദനകളും മനോസംഘർഷങ്ങളുമാണ് ഈ സിനിമയുടെ പ്രമേയമായി നിലനിൽക്കുന്നത്. മറ്റു പല കലാരൂപങ്ങളും ഉണ്ടെന്നിരിക്കെ കേരളത്തിൽ അത്രയൊന്നും സ്വീകരിക്കപ്പെട്ടിട്ടില്ലാത്ത ചിത്രകലയെ എന്തിനു പ്രമേയമായി സ്വീകരിച്ചു? അത് പരിതോഷ് ഉത്തമിൻ്റെ ഒരു കഥ വായിച്ചപ്പോൾ തോന്നിയ ഒരു ഫാസിനേഷനാണോ? അത് തീർച്ചയാണ്. ഓഫ് കോഴ്സ് ചിത്രകലയെക്കുറിച്ച് ഞാൻ വളരെയധികം അട്രാക്റ്റഡ് ആണ്. ചെറുപ്പം മുതലേ തന്നെ ചിത്രകലയിലുള്ള പല മാറ്റങ്ങളും ലോകചിത്രകലയിലുണ്ടായിട്ടുള്ള പല ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നാടകവേദിയിൽ പഠിക്കുമ്പോൾ തന്നെ അത് പ്രധാനപ്പെട്ട വിഷയമായിരുന്നു, വിഷ്വൽ ആർട്സിൻ്റെ ഒരു ഫോം. പിന്നെ തിരുവനന്തപുരത്ത് താമസിക്കുന്നതോടുകൂടി കോളേജ് ഓഫ് ഫൈൻ ആർട്സും ചിത്രകലാകാരന്മാരും ഒക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. പക്ഷേ ഈ സിനിമ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് ആ നോവൽ വായിച്ചത് തന്നെയാണ്. കാരണം ആ നോവൽ വായിച്ചപ്പോൾ അതിനകത്തെ ഈ ഗായത്രിയും മൈക്കിളും, അതിൽ ഗായത്രി എന്നല്ല പേര്, നയന എന്നാണ് പേര്, ആ രണ്ട് കഥാപാത്രങ്ങൾ അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ചില ജീവിത സ്വപ്നങ്ങൾ, അതിനുണ്ടാവുന്ന സംഘർഷങ്ങൾ, അതിലുള്ളൊരു ഇമോഷണലായിട്ടുള്ള ഒരു ഡ്രാമ, അതാണ് എന്നെ ആകർഷിച്ചത്. പ്രേക്ഷകന് ആസ്വാദ്യകരമായ ഒരു കഥാനുഭവം നൽകുന്ന ചിത്രം, അതാണ് ഒരു മികച്ച ചിത്രം, അതല്ലെങ്കിൽ അതാണ് ഒരു സിനിമയുടെ ഉത്തരവാദിത്വം എന്നൊരു അഭിമുഖത്തിൽ താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അഗ്നിസാക്ഷി എന്ന ചിത്രം ഉൾപ്പെടെയുള്ള പല സിനിമകളിലും സാഹിത്യരചനകൾ അവലംബമായി സ്വീകരിച്ചിട്ടുണ്ട്, ഏറ്റവും ഒടുവിൽ ആർട്ടിസ്റ്റ് വരെ. അപ്പോൾ കഥാനുഭവമാണ് സിനിമയുടെ
ഔന്നത്യത്തെ നിശ്ചയിക്കുന്നതെങ്കിൽ ആ സിനിമകൾ മികച്ചതാകുന്നതും സ്വീകരിക്കപ്പെടുന്നതിൻ്റെയും ക്രെഡിറ്റ് എങ്ങനെ സംവിധായകൻ എടുക്കാൻ കഴിയും? വാസ്തവത്തിൽ ഇത് ഏത് കാര്യമാണ് താങ്കൾ കോട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ദേശാഭിമാനിയിൽ താങ്കൾ നൽകിയ ഒരു അഭിമുഖമാണ് അതിൽ. എനിക്കറിയില്ല, ഒരു പക്ഷേ അഭിമുഖക്കാരൻ അത് മനസ്സിലാക്കിയെടുത്ത രീതിയോ, പലപ്പോഴും ഇത് ഒരുപാട് ഇൻ്റർപ്രിട്ടേഷന് വിധേയമായി വരുന്നതായതുകൊണ്ട് പറഞ്ഞു കേട്ടെഴുതുമ്പോൾ ഫിലിം മേക്കിംഗ് എന്നുള്ളത് സ്റ്റോറി ടെല്ലിംഗ് ആണെന്നുള്ള ഒരു പ്രയോഗം പൊതുവെ ഒരു ക്ലിഷയാണ്. വാസ്തവത്തിൽ ഒരു സ്റ്റോറി ടെല്ലർ അല്ല ഫിലിം മേക്കർ. ഫിലിം മേക്കർ ആക്ച്വലി നമുക്ക് കാണാനും കേൾക്കാനും പറ്റുന്ന ഇന്ദ്രിയ ഗോചരമായിട്ടുള്ളൊരു ലോകത്തെ സൃഷ്ടിക്കുന്നതാണ്. ഒരു എക്സ്പീരിയൻഷ്യൽ വേൾഡാണ് ഉണ്ടാക്കുന്നത്. അത് വേറൊരു കലയ്ക്കും അത് സാധ്യമല്ല ആ അർത്ഥത്തിൽ, ഇൻ ടൈം ആൻഡ് സ്പേസ്. കഥാപാത്രം, ഈ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് കഥാപാത്രത്തിൻ്റെ ഐഡൻറ്റിറ്റി ഒരു ഒറ്റ ഫ്രെയിമിൽ തന്നെ താങ്കൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഫഹദ് ഫാസിലിനെ പരിചയപ്പെടാൻ വേണ്ടി ഗായത്രി ശ്രമിക്കുമ്പോൾ ചോദിക്കുന്നു എന്താണ് പേര്, മൈക്കിൾ ആഗ്ലോ എന്ന് പറയുമ്പോൾ മൈക്കിൾ ആഞ്ചലോ എന്ന് ചോദിക്കുന്നു. ഒരു ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ള ആ പേരുകൾ തമ്മിൽ. പക്ഷെ അതോടുകൂടി ഈ സിനിമ എങ്ങോട്ടാണ് പോകുന്നതെന്നും ആ കഥാപാത്രത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നും വ്യക്തമാക്കപ്പെടുകയാണ്. പക്ഷേ ഈ സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ മെയിൽ ക്യാരക്ടർ ആർട്ടിസ്റ്റിനെ കവച്ചു വയ്ക്കുന്ന ഒരു ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമായി ഗായത്രി മാറുകയാണ്. പക്ഷേ ഒരു വലിയ തീരുമാനമെടുത്ത് വീട്ടുകാരെ എല്ലാം ഉപേക്ഷിച്ച ശേഷവും സിനിമയുടെ അവസാനം താൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന ബോധ്യത്തിൽ നിന്ന് കുടുംബത്തിലേക്ക് മടങ്ങുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം കുടുംബവും അതുമായി ബന്ധപ്പെട്ട മൂല്യവ്യവസ്ഥകളിലേക്കും ഒക്കെ തന്നെയാണ് നമ്മൾ മടങ്ങിപ്പോകേണ്ടത് എന്നാണോ? കാരണം ശ്യാമപ്രസാദിൻ്റെ സിനിമ കാണുന്ന എല്ലാവർക്കും അതിലെ രാഷ്ട്രീയം സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. അതൊരു ഓവർ റീഡിംഗ് ആണ്. സംഭവങ്ങൾ ആ കുട്ടിയെ അത്തരത്തിലുള്ള ഇവനെ വിട്ടുപോകാൻ, മൈക്കലിനെ വിട്ടുപോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കുന്നു. തീർച്ചയായും കുടുംബത്തിൽ ആ കുട്ടി തിരിച്ചു പോയേക്കാം. പക്ഷേ അതൊരു സിംബോളിക് ജസ്റ്ററാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ജീവിതാനുഭവത്തിൽ നിന്നും അവൾക്കുണ്ടായിട്ടുള്ള ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു, ഓരോ ജീവിതത്തിലൊരു പോയിന്റ് ഓഫ് റിട്ടേൺ ഉണ്ട്. അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കാതിരിക്കുന്നുണ്ട്, തിരിച്ചു നടക്കുന്നത് നല്ലത് എന്ന് പറയുന്ന ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു തീരുമാനമായിട്ട് അത് കാണാൻ പറ്റുള്ളൂ. അതിലൊരു എന്താ പറയുക, ഒരു സിംബോളിക് പൊളിറ്റിക്കൽ റീഡിംഗ് എന്നുള്ളത് അനാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതൊരു ഒഴിഞ്ഞുമാറലാണോ എന്ന് എനിക്ക് സംശയം. കാരണം സ്വതന്ത്രമായ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ അംഗീകരിക്കുകയും ജീവിതത്തിൻ്റെ ആഘോഷങ്ങളെ പകർത്തുകയും ചെയ്യുന്ന സിനിമകളാണ് താങ്കളുടെ മിക്കതും. അതേസമയം താങ്കളുടെ പ്രധാന കഥാപാത്രമായ മെയിൽ ക്യാരക്ടേഴ്സ് അവർ വളരെ ടവറിങ് പേഴ്സണാലിറ്റീസാണ്. അവർക്ക് പിന്നാലെ അവരുടെ ആകർഷണ വലയത്തിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ ഏറ്റവും ഒടുവിൽ കുടുംബത്തെയോ ഭർത്താവിനെയോ അല്ലെങ്കിൽ അച്ഛനും അമ്മയോ എല്ലാം വിട്ടുപോയി മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന നിരവധി ഉദാഹരണങ്ങൾ താങ്കളുടെ കഥാപാത്രങ്ങളിലുണ്ട്. സിനിമകൾ പലതും ആ രീതിയിലാണ് അവസാനിക്കുന്നത്. സ്വാഭാവികമായും സംശയങ്ങളുണ്ടാവില്ല. അതെ, അങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾ കണ്ടെത്താം. പക്ഷേ അതൊരു ഡെലിബറേറ്റ് സിംബോളിക് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് വ്യാഖ്യാനിക്കുന്നതിലാണ് കുഴപ്പം. കാരണം നമ്മൾ കാണുന്ന ജീവിതത്തിൽ പലപ്പോഴും പെൺകുട്ടികളാണ് വിക്ടിംസായി മാറുന്നത്. സോഷ്യലായിട്ടുള്ള പ്രഷറുണ്ട്, ഈവൻ ഇമോഷണലായിട്ടുള്ള പ്രഷർ, സെക്ഷുവലായിട്ടുള്ള പ്രഷർ, ഇതിൻ്റെ എല്ലാം വിക്ടിംസുമായി പലപ്പോഴും മാറുന്നത് പെൺകുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫിലിം മേക്കർ, ഒരു ആർട്ടിസ്റ്റിൻ്റെ എംപതി ഈസ് മോർ ഫോർ ദാറ്റ് ക്യാരക്ടർ. ഐ ഡോണ്ട് ഡൗട്ട് ദാറ്റ്. മലയാളത്തിൽ ന്യൂ ജനറേഷൻ ട്രെൻഡുകളുടെ തുടക്കമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ട്രാഫിക് എന്ന ചിത്രമാണ്. പക്ഷേ അതിനും ഏതാണ്ട് 3 വർഷം മുൻപ് പുറത്തിറങ്ങി ശ്യാമപ്രസാദിൻ്റെ ഋതുവല്ലേ യഥാർത്ഥത്തിൽ ഒരു ന്യൂ ജനറേഷൻ സിനിമയുടെ എല്ലാ സ്വഭാവങ്ങളും പ്രകടിപ്പിച്ചിട്ടുള്ളത്? അങ്ങനെ ഒരു അവകാശവാദമൊന്നും ഉന്നയിക്കാൻ ഞാൻ ആളല്ല. കാരണം അത് പറഞ്ഞ ചരിത്രകാരന്മാരും വിമർശകരും ഒക്കെ കണ്ടെത്തേണ്ട കാര്യമാണ്. ഇൻ എനി കേസ്, ഈ ന്യൂ ജനറേഷൻ എന്നുള്ളൊരു ലേബൽ നമ്മൾ ഇടുന്നത് ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രമാണ്. ചില കോമൺ ട്രെൻഡ്സ് അത് കാണിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അതർവൈസ് ഒരു വളരെ ചലച്ചിത്ര ഒരു സംവേദന ക്ഷമത അത്ര ഒരു നിർണായകമായ മാറ്റം ഇതിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറ്റപ്പെട്ട ശ്രമങ്ങളുണ്ട്, അതിനകത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഉണ്ട്, നല്ല വർക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ കള്ളനാണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ നായക കേന്ദ്രീകൃതമായ ഒരു സിനിമ, അതല്ലെങ്കിൽ നായിക കേന്ദ്രീകൃതമായ സിനിമ. മലയാള സിനിമകളിൽ കമേഴ്ഷ്യൽ സ്വഭാവമുള്ള ഒട്ടുമിക്ക ചിത്രങ്ങളും ഈ പാറ്റേണിലാണ് പുറത്തു വരുന്നത്. പക്ഷേ ശ്യാംജിയുടെ സിനിമകളിൽ കൂടുതലായി ഒരേ തരത്തിൽ പൊട്ടൻഷ്യലായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, ഏറ്റവും ചുരുങ്ങിയത് 2 കഥാപാത്രങ്ങളും, അവർ തമ്മിലുള്ള ഒരു മത്സരം തന്നെ ഓരോ കഥാസന്ദർഭങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഇത് ബോധപൂർവം തിരഞ്ഞെടുക്കുന്നതാണോ? സിനിമയെ അങ്ങനെ ഒരു പോയിന്റ് കേന്ദ്രീകരിച്ച് കൊണ്ട് പോകണ്ട എന്ന തീരുമാനത്തിൽ? പറഞ്ഞ പോലെ ഒരു ഹീറോയുടെ
വിജയം അല്ലെങ്കിൽ അയാളുടെ പരാജയം, അയാൾ നേരിടുന്ന ചാലഞ്ചുകൾ, അങ്ങനെയൊക്കെയുള്ള സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന കഥകളുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മളുടെ സൂപ്പർ നായകന്മാർക്കുള്ള ഒരു സ്പേസസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, എനിക്കതിനോട് തീരെ താല്പര്യം തോന്നാറില്ല. ഒരു പക്ഷേ ഞാൻ ഈ നല്ല കഥകൾ, രചനകൾ സാഹിത്യത്തിൽ നിന്നൊക്കെ സ്വീകരിക്കുന്നത് കൊണ്ടാവാം. കാരണം അവിടെ സംഭവിക്കുന്നത് എഴുത്തുകാരനും ജീവിതത്തിനിടയിൽ മറ്റൊന്നുമില്ല. ഒരു രീതിയിലുള്ള ഒരു ഡിമാൻഡ്സും അവിടെ ഇല്ല. ഇത്ര മണിക്കൂറിൽ അവസാനിക്കുന്ന കഥയായിരിക്കണം, ഇത്ര ഇന്ന ആൾക്കൊരു ഹീറോഷിപ്പ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഇന്ന ഘടകങ്ങൾ അതിൽ വേണം, കമേഴ്ഷ്യലായും അല്ലാതെയും എന്നുള്ള ഒരു രീതിയിലുള്ള ഡിമാൻഡ്സും ഇല്ലാതെ എഴുത്തുകാരനും ജീവിതത്തിനിടയിൽ മറ്റൊന്നുമില്ലാതെ ഉണ്ടാകുന്ന സത്യസന്ധമായിട്ടുള്ള ജീവിത ദർശനങ്ങളാണ് സാഹിത്യമായിട്ട് വരുന്നത്. നല്ല സാഹിത്യം ഞാൻ പറയുന്നത്. നല്ല സാഹിത്യം മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണോ അഗ്നിസാക്ഷിക്ക് ശേഷം ഒരു മലയാള സാഹിത്യകൃതിയെ അവലംബമാക്കി ഒരു ചിത്രത്തെക്കുറിച്ച് താങ്കൾ ആലോചിക്കാതെ പോയത്? അങ്ങനെയല്ല, മലയാള സാഹിത്യമേ ചെയ്യൂ എന്നുള്ളൊരു പിടിവാശിയോ ഒരു ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്ന സാഹിത്യം, കലയും ഒക്കെ എല്ലാവർക്കും അവകാശപ്പെട്ട ലോകത്തിലെ ഏത് ഘട്ടത്തിൽ, ഇപ്പോൾ ചെക്കോവിൻ്റെ ഏത് കഥയും ഏത് മലയാളിക്കും വായിച്ച് അത് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. കാരണം സത്യാത്മകമായ കല യൂണിവേഴ്സലാണ്, ടൈംലെസ് ആണ്. അത് ഏത് കാലത്തും ഏത് സമയത്തും അത് വർക്ക് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ടെന്നസി വില്യംസും അല്ലെങ്കിൽ ചെക്കോവും അല്ലെങ്കിൽ കാമുവും സുനിൽ ഗംഗോപാധ്യായും എല്ലാം എൻ്റെ സ്വന്തം ആൾക്കാർ തന്നെയാണ്, എൻ്റെ സ്വന്തം സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് മനുഷ്യ വികാരങ്ങളുടെ സംസ്കാരമാണ്. ആന്റൺ ചെക്കോവ്, കമ്യൂ, ടെന്നസി വില്യംസ്, സുനിൽ ഗംഗോപാധ്യായ, ഈ വെറൈറ്റി ഓഫ് റൈറ്റേഴ്സ്, ഇവരുടെ കൃതികളെ സിനിമയാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു അന്തർധാര അല്ലെങ്കിൽ സമാനമായി നിൽക്കുന്നത് അവരുടെ കഥാപാത്രങ്ങൾ പ്രകടിപ്പിക്കുന്ന വൈകാരിക സ്വഭാവമാണ്. അത് ശ്യാമപ്രസാദിൻ്റെ സിനിമകളിൽ വളരെയധികം മലയാളത്തിൽ പറഞ്ഞാൽ വിജൃംഭിച്ച് നിൽക്കുന്നുണ്ട് ഈ വൈകാരികത. താങ്കൾ ബേസിക്കലി വളരെ സെൻസിറ്റീവായ ഒരു മനുഷ്യനായതുകൊണ്ടാണോ ഈ ഹ്യൂമൻ റിലേഷൻസിൽ ഇത്തരം സ്പോട്ടുകളിലേക്ക് ശ്രദ്ധ വീഴുന്നതും അതിനെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നതും? ഒരു കലാകാരൻ എന്തായാലും ഒരു സാധാരണ വ്യക്തിയെക്കാളും സെൻസിറ്റിവിറ്റി കൂടുതലുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ടാണ് അയാൾക്ക് ജീവിതത്തിൽ നിന്നും രചനകളിൽ നിന്നുമൊക്കെ കുറച്ചുകൂടി പെർസീവ് ചെയ്യാൻ പറ്റുന്നത്. ആ പെർസെപ്ഷനെ അയാൾ ക്രിയേഷനാക്കി മാറ്റുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം, നമ്മളുടെ ഒരു മലയാള ചലച്ചിത്ര ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേക പരിതോവസ്ഥയെ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഇത്തരത്തിലുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ഇൻട്രാക്ഷൻസിൻ്റെ കഥകൾ പറയുന്നതാണ് എനിക്ക് തോന്നുന്നു ഈ ഇൻഡസ്ട്രിക്ക് ഏറ്റവും ഉതകുന്നൊരു പരിപാടി. നമ്മളിപ്പോൾ ടൈറ്റാനിക് പോലുള്ള സിനിമ എടുക്കുകയും ബിഗ് ബഡ്ജറ്റ് സിനിമകൾ എടുക്കുകയും ചെയ്യുന്നത് നമ്മളുടെ മാർക്കറ്റിൻ്റെ ഒരു വയബിലിറ്റിക്ക്, അറ്റ്ലീസ്റ്റ് ഞാൻ കാണുന്ന തരം ഓഡിയൻസിൻ്റെ മാർക്കറ്റിൻ്റെ വയബിലിറ്റിക്ക് തീർച്ചയായും നിരക്കുന്നതല്ല. അപ്പം അതുകൊണ്ട് പലപ്പോഴും ഈ ചോയ്സ് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള പ്രമേയങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു നാച്ചുറലായ ഒരു ടെൻഡൻസി ഉണ്ട്. ഇപ്പം മ്യൂസിക്കിൽ തന്നെ ഞാൻ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് കുറേ കേൾക്കുന്ന ആളാണ്. അതിൽ ചേംബർ മ്യൂസിക് എന്നുള്ളൊരു പ്രത്യേക വർഗ്ഗമുണ്ട്. അതൊരു 4 ഇൻസ്ട്രുമെൻറ്റ്സ് 5 ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ചേരുന്നതാണ്. ഒരു വയലിൻ ഉണ്ടാവും, വയോള, ചെല്ലോ, ഇതൊക്കെ ആയിരിക്കും അതിൻ്റെ 3-4 ഇൻസ്ട്രുമെൻറ്റ്സ്. കമ്പയർ ടു സിംഫണി എന്ന് പറയുന്നത് 10-60 ഇൻസ്ട്രുമെൻറ്റ്സ് ഉള്ള, അതിനകത്ത് എല്ലാ വാദ്യഘോഷങ്ങളും ഉണ്ടാവും. ചേംബർ മ്യൂസിക് വളരെ കോമ്പാക്റ്റാണ്. സം ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മ്യൂസിക് ബാക്കിൻ്റെയും മൊസാർട്ടിൻ്റെയൊക്കെ ചേംബർ മ്യൂസിക്കിൽ വേണ്ടി സെറ്റ് ചെയ്തതാണ്. കാരണം ഈ മിനിമൽ പ്ലെയേഴ്സ് വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിലിങ്ങിന് ഒരുപാട് സ്പേസ് കിട്ടുന്നു. അപ്പോൾ അത് എന്നെ അറിയാതെ സ്വാധീനിച്ചിട്ടുണ്ടാവാം.